സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഔട്ട്ഡോറിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നല്ല കാലാവസ്ഥയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ശാന്തമായിട്ടുള്ളൊരു ദിവസം കടന്നു പോകുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻസിനും ഒപ്പം ലയണൽ മെസ്സിയുടെ ആരാധകർക്കും ആഘോഷിക്കാനും ആശ്വസിക്കാനും കഴിയുന്ന തരത്തിലുള്ള മത്സരഫലങ്ങൾ വന്നിരിക്കുന്നു. രണ്ടുപേരും മുന്നോട്ട് പോയിരിക്കുകയാണ്. ഒരാൾ ഗോളടിച്ചിട്ടുണ്ട്, ഒരാൾ ഗോളടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ആഗ്രഹിച്ച രീതിയിലുള്ള ഫലപ്രഖ്യാപനങ്ങൾ വരുന്നു. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടൂരുണ്ട്, ഒപ്പം MSKയും ചേരുകയാണ്. ജയേഷിലേക്ക് ആദ്യം. ജയേഷ്, ഈ രണ്ട് മത്സരങ്ങൾ നമ്മൾ നോക്കുമ്പോഴേ ആദ്യത്തെ മത്സരം തീർച്ചയായിട്ടും ഒരു ഗോൾ രഹിത സമനില എന്ന് ഭാവിയിൽ സ്കോർ കാർഡ് എടുത്ത് നോക്കുന്ന ഒരാൾക്ക് കൊളംബിയ പോർച്ചുഗൽ മത്സരം ഒരു വിരസമായ മത്സരമായിരിക്കും. പക്ഷേ അത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഏറ്റവും ആക്രമണാത്മക ശൈലിയും ഭംഗിയും ഭാവങ്ങളും ഒക്കെ ഒത്തുചേർന്ന ഹാമിഷ് റോഡ്രിഗസ് നയിച്ച ടീമിൻ്റെ ഒരു പെർഫോമൻസ് നമ്മളവിടെ കാണുന്നു. മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു, പക്ഷേ അവരുടെ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ടീം വരുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും അവിടെ വലിയൊരു മാറ്റം വരുന്നുണ്ട്. 9ഓളം കളിക്കാരെ സബ് ചെയ്തിട്ടാണ് സ്കലോണി ടീമിനെ ഇറക്കിയത്. പകരക്കാരനായിട്ടാണ് മെസ്സി വരുന്നത്. അദ്ദേഹം ഗോളടിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മെസ്സി മാത്രമല്ല ഗോളടിക്കാനുള്ളത്, അർജൻറ്റീനയ്ക്ക് ഗോളടിക്കാൻ മറ്റും താരങ്ങളുമുണ്ട് എന്ന് ഒരു മത്സരം കൂടി തെളിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മത്സരങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ആകർഷിച്ച മത്സരം ഏതാണ്? അതായത് ഒരു ഭാഗത്ത് റൊണാൾഡോയും ഉണ്ട്, മറുഭാഗത്ത് മെസ്സിയും ഉണ്ട്. ഏത് മത്സരമാണ് കൂടുതൽ ക്യാച്ചിയായിട്ട് തോന്നിയത്? ആകർഷിച്ചത് മെസ്സി തന്നെയാണ്, സ്വാഭാവികം. ഒരു അരമണിക്കൂറേ കളിച്ചിട്ടുള്ളെങ്കിലും മെസ്സിയെ കാണാൻ ഒരു 5 മിനിറ്റ് മെസ്സിയെ കാണുന്ന ഒരു മൊമെൻറ്റ് പ്രഷസാണ്. പക്ഷേ വെയിറ്റ് ചെയ്തിരുന്ന കളി കൊളംബിയ വേഴ്സസ് പോർച്ചുഗലായിരുന്നു. കാരണം രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടമെന്ന് മത്സരത്തിന് മുൻപ് പ്രതീക്ഷിച്ചിരുന്ന, എന്നാൽ ഏകപക്ഷീയമായി ഒരു അർഹിച്ച വിജയം തന്നെയായിരുന്നു കൊളംബിയയ്ക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. മത്സരത്തിലേക്ക് വരുമ്പോൾ കൊളംബിയ നിഷ്പ്രയാസം കളിച്ചു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ രീതിയിലൊരു സുന്ദരമായൊരു ഫുട്ബോൾ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം കളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, കുറിയ പാസുകളുമായി കളം നിറയുന്നൊരു ശൈലിയായിരുന്നു എല്ലാ ടീമുകളും കളിച്ചിരുന്നത്. അതിൽ പിന്നീട് ഇപ്പോൾ ബ്രസീലായിക്കോട്ടെ അർജൻറ്റീന ആയിക്കോട്ടെ ഒരു ഹൈ പ്രസ്സിങ് രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ കീഴിലുള്ള ബ്രസീലാണെങ്കിലും സ്കലോണിയുടെ കീഴിലുള്ള അർജൻറ്റീനയാണെങ്കിലും പ്രസ്സിങ് ഗെയിമാണ് കളിക്കുന്നത്, ഫാസ്റ്റായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത്. പക്ഷെ കൊളംബിയ ഒരുപാട് കളിക്കും. അവർ കുറേ കൂടിയൊക്കെ ഫിസിക്കൽ ഗെയിം, അവർ ഉറുഗ്വേയൊക്കെ കുറേ കൂടി ഫിസിക്കൽ ഗെയിം കളിക്കുന്ന ടീമാണ്. പക്ഷേ അവർ സുന്ദരമായ ഫുട്ബോൾ കളിക്കുന്നു. അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു തുടക്കം മുതൽ തന്നെ. അതായത് മിഡ്ഫീൽഡാണല്ലോ ഫുട്ബോളിൻ്റെ ഒരു ചരട് എന്ന് പറയുന്ന മിഡ്ഫീൽഡാണ് കിടക്കുന്നത്. പക്ഷേ കുറേ മത്സരങ്ങളായിട്ട് അത് കാണുന്നുണ്ടായിരുന്നില്ല. അത് പക്ഷേ കൃത്യമായിട്ട്, അതായത് ഒരു ഓൾഡ് ഫുട്ബോൾ സ്റ്റൈൽ സാധനം തിരിച്ചു കിട്ടിയ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫുട്ബോൾ സാധനം തിരിച്ചു കിട്ടിയൊരു ഭംഗി ആ ഒരു മത്സരത്തിൽ കൊളംബിയയുടെ പ്രകടനത്തിലുണ്ടായിരുന്നു. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഹാമിഷ് റോഡ്രിഗസിൻ്റെ ഒരു പ്രകടനം. അദ്ദേഹം ഏജ്ഡായി, അദ്ദേഹം എവിടെയെന്ന് പറയുന്ന ആളുകൾക്ക് കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സുവർണ്ണകാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റയലിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചാണ്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം MLS കളിക്കുന്നത്. അങ്ങനെ ഒരു ക്ലബ് ലെവലിൽ ഇപ്പോൾ നമ്മളാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ ജേഴ്സി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ഈ രണ്ട് ഉദാഹരണങ്ങൾ, ഇപ്പോൾ ഒന്ന് ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിലെ റെക്കോർഡ് അസിസ്റ്റ്, ഹിസ്റ്ററിയിലെ റെക്കോർഡ് അസിസ്റ്റുമായിട്ടാണ് ഇത്തവണ വരുന്നത്. പക്ഷെ അദ്ദേഹം ഭയങ്കര നിരാശപ്പെടുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഏതാ ക്ലബ്ബൊന്നു പോലും അധികം ആർക്കും അറിയാത്ത, ഏറെക്കുറെയൊക്കെ വിസ്മൃതിയിലേക്ക് പോയി തുടങ്ങിയെന്ന് തോന്നിയ ഹാമിഷ് റോഡ്രിഗസ് രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സ്റ്റാറ്റുകൾ, അദ്ദേഹം നൽകുന്ന ത്രൂ ബോളുകൾ, എന്തെല്ലാം കിഡിലും ബോളുകളാണ് അദ്ദേഹം നൽകുന്നത്. എല്ലാം കീ പാസുകളായിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഫൈനൽ തേർഡിലേക്ക് മാത്രം 15-ലേറെ പന്തുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഫിനിഷിങ്ങിലെ ചെറിയ പോരായ്മകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഒപ്പം തന്നെ പോർച്ചുഗൽ ഗോളി കോസ്റ്റയുടെ മാരക സേവകൾ, ഒരു 1/2 ഡസനോളം ഷുവർ ഷോട്ടുകൾ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറെ കൂടി കെയർ ചെയ്യാനേ. ഒപ്പം തന്നെ ലൂയിസ് ഡിയാസ് ഇത്തിരി ഒരു നിറം മങ്ങിപ്പോയി. ഇതല്ല നമ്മൾ ലൂയിസ് ഡിയാസിനെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കുറെ കൂടി ഒരു ത്രെട്ട് ഉണ്ടാക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ ലിവർപൂളിലും ബയൺ മ്യൂണിക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം കുറെ കൂടി ഒരു പ്രതീക്ഷ പ്രകടനത്തിലേക്ക് വന്നില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പോർച്ചുഗൽ പരാജയപ്പെടേണ്ട മത്സരമായിരുന്നു. അവസാന നിമിഷങ്ങളിൽ അവർക്കൊരു ഹെഡർ കിട്ടുന്നുണ്ട്. പക്ഷെ അതെന്താ പറയുക, ഒരു വിരലിന്റെ പറയാം, അതായത് ബൂട്ടിന്റെ തുഞ്ചത്തിനൊക്കെ നമ്മൾ പറയുമല്ലോ, ആ തുഞ്ചിനാണ് അവർക്കത് മിസ്സായി പോകുന്നത്. അല്ലെങ്കിൽ ആ റിസൾട്ട് അർഹിച്ച വിജയം കൊളംബിയ കിട്ടിയത്. പക്ഷേ കൊളംബിയ തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യൻസ്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത റൗണ്ടിലേക്ക് കയറി എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ ഈ മത്സരം പോരാ. അവർ ആദ്യ മത്സരത്തിൽ കോങ്കോക്കെതിരായ മത്സരം കുറച്ചുകൂടി മോശം പ്രകടനമായിരുന്നു. പിന്നീട് അത് ഉസ്ബെക്കിസ്ഥാനെതിരെ വന്നപ്പോൾ ക്രിസ്ത്യാനോ ഗോൾ അടിക്കുന്ന ഒരു നല്ല മാർജിനിൽ അവർ ജയിക്കുന്നു. പക്ഷേ അത് ഉസ്ബെക്കിസ്ഥാനാണ്. ഇന്ത്യ, അതായത് ലോകകപ്പിൽ യോഗ്യത നേടാത്ത
ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ പ്രോപ്പറായിട്ട് നടക്കാത്ത, പ്രോപ്പറായിട്ടൊരു ഫുട്ബോൾ സിസ്റ്റം നിലവിലില്ലാത്ത ഇന്ത്യ ഇന്ത്യ റീസെൻ്റ്ലി അവരെ വിറപ്പിച്ച ടീമാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ വിജയം അല്ലെങ്കിൽ ആ ഗോളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടതില്ല. പോർച്ചുഗലിൻ്റെ വീക്ക്നെസ് എല്ലാം തുറന്നു കാണിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ഈ മത്സരത്തിൽ, കൊളംബിയക്കെതിരായ മത്സരത്തിൽ. പോർച്ചുഗൽ ഇനി റൗണ്ട് 30 പോകുമ്പോൾ വരുന്നത് ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടതിലൊക്കെ പറയാം, പക്ഷേ ക്രൊയേഷ്യ കളിക്കുന്ന കളിയുണ്ട്. ഇന്ന് അവർ കളിച്ച കളി മാരക കളിയായിരുന്നു. അവിടെ ഒരു 40-കാരനാണ് അവിടെ മിഡ്ഫീൽഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു ഓറയൊന്നും പോയിട്ടില്ലല്ലോ ലൂക്ക മോഡ്രിച്ചിന്. ഇംഗ്ലണ്ടിനെതിരെ 4-2 പരാജയപ്പെട്ടെങ്കിലും ഗംഭീരമായ കളിയായിരുന്നു ക്രൊയേഷ്യ എന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രൊയേഷ്യക്കെതിരായ മത്സരം പോർച്ചുഗലിന് കുറച്ച് വിയർക്കും. അതിന് ഏതെങ്കിലും സാഹചര്യത്തിൽ മറികടന്നാൽ തന്നെ പ്രീ ക്വാർട്ടറിൽ നേരിടാൻ പോകേണ്ടത് സ്പെയിനെ ആയിരിക്കും. അതും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയായിരിക്കും. പോർച്ചുഗൽ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ ഏറെക്കുറെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി എന്നൊക്കെ തോന്നിയെടുത്ത് നിന്ന് ഇവിടേക്ക് വരുമ്പോൾ അത് പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങൾ എന്താ പറയുക, മുഴച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പോർച്ചുഗലിൻ്റെ പ്രകടനം. അപ്പോൾ MSKയുടെ തന്നെ പ്രിയപ്പെട്ട താരം ക്രിസ്ത്യാനോയ്ക്ക് ബോൾ കിട്ടുന്നില്ല. അദ്ദേഹം 31-ാം മിനിറ്റിലാണ് തുടക്കത്തിൽ ഒരു ടച്ച് അദ്ദേഹത്തിന്, നല്ലൊരു ടച്ച് അദ്ദേഹത്തിന് കിട്ടുന്നത്, ഒരു കീ ബോൾ കിട്ടുന്നത്. അതൊരു അദ്ദേഹത്തിന് പാസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷേ കൊടുക്കുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രൂണോ എല്ലാം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ ആണല്ലോ, വളരെ മോശം പ്രകടനമാണ്. അപ്പോൾ ഇന്ന് മെൻഡസും ഇച്ചിരി ഒന്ന് ഫോം ഔട്ടാണെന്ന് തോന്നി. അതും അവരുടെ മുന്നേറ്റത്തിൽ വലിയ രീതിയിലുള്ളതുണ്ട്. ജാവോ ഫെലിക്സ് ഇടയ്ക്ക് ഒറ്റപ്പെട്ട ഓരോ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. അതിനൊപ്പം തന്നെ കൊളംബിയൻ ഡിഫൻഡേഴ്സിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ സ്കൂൾ പിള്ളേരുടെ നിന്നൊക്കെ ബോൾ റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ എന്ത് സിമ്പിളായിട്ടാണ്, അതായത് പോർച്ചുഗലിൽ നമുക്കറിയാം എല്ലാം ക്വാളിറ്റി പ്ലേയേഴ്സാണ്, എല്ലാം ടോപ്പ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അവരുടെ അടുത്തൊക്കെ അനായാസം ബോൾ റാഞ്ചി കൊണ്ടുപോവാണ് കൊളംബിയയുടെ ഡിഫൻഡേഴ്സ്. നല്ല ഗംഭീരമായ ഡിഫൻഡിങ് ആണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കൊളംബിയ എന്ന് പറയുമ്പോൾ, ഡിഫൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച്, അതും അമേരിക്കൻ ലോകകപ്പ് എന്ന് പറയുമ്പോൾ അവൾക്ക് പഴയ ഓർമ്മകൾ കുറേ ഉണ്ടാവും കൊളംബിയക്ക്. പക്ഷേ വളരെ സിമ്പിളായിട്ട് കളിച്ചു. മിഡ്ഫീൽഡ് ആയാലും മുന്നേറ്റത്തിലാണ് അവർക്ക് അല്പമെങ്കിലും ഒന്ന് പാളിയിട്ടുള്ളത്. പ്രതീക്ഷ നല്ലൊരു പ്രോപ്പർ സ്ട്രൈക്കർ, ഒരു ക്ലിനിക്കൽ ഫിനിഷർ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഗോളുകൾ അവിടെ കയറിയേനെ. അതുണ്ടായില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ 9 ചേഞ്ചസുമായിട്ടാണ് അർജന്റീന ജോർദാനെതിരെ. അർജന്റീന എന്നാലും ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആണ് നിലവിൽ. അപ്പോൾ വേറെ ആശങ്കകളൊന്നുമില്ല. ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാൻ കിട്ടിയ അവസരമാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് സ്കലോണി വ്യക്തമാക്കിയിരുന്നു മെസ്സി എന്തായാലും ഫസ്റ്റ് ലെവലിൽ കളിക്കില്ല എന്നുള്ളത്. അത് നമ്മൾ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ലൗതാരോ മാർട്ടിനസും എമിലിയാനോ മാർട്ടിനസും, 2 മാർട്ടിനസും മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിലുണ്ടായത്. ബാക്കി 9 താരങ്ങൾ പുതിയതാണ്. പക്ഷേ നല്ല ഒത്തിണക്കത്തോടെ കളിച്ചു. അതിൽ ഏറ്റവും സന്തോഷമുള്ളത് അർജന്റീന ഫാൻസിന് ഒന്നാകെ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം ലോസെൽസോയുടെ ഒരു ഗോളാണ്. ലോസെൽസോ അതായത് മെസ്സിയുടെ ഏറെക്കുറെ അതേ കളിക്കില്ല, ഏറെക്കുറെ അതേ ശൈലിയിൽ കളിക്കുന്ന ഒരു ക്വാളിറ്റി പ്ലെയറാണ് ലോസെൽസോ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നിരന്തരം ഇഞ്ചുറികൾ വന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ പോയിക്കൊണ്ടിരിക്കുന്ന പ്ലെയർ. അപ്പോൾ ഖത്തർ ലോകകപ്പിന് തൊട്ടുമുമ്പാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി വന്ന് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. പിന്നീട് അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ വീണ്ടും വരുന്നു. ബെറ്റിസിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കളിക്കുന്നത്. വീണ്ടും ഇഞ്ചുറി വരുന്നു, ഡൗൺ ആവുന്നു. തവണയും വേൾഡ് കപ്പ് പ്രശ്നമെന്ന് പറയുന്നു. അദ്ദേഹം ഫിറ്റ്നസും ഫോമൊക്കെ വീണ്ടും എടുത്തുകൊണ്ട് കളിക്കുന്നു. ഒരു നിർണായക മത്സരത്തിൽ അദ്ദേഹം വരുന്നു. അതിൽ തന്നെ ഒരു ക്വാളിറ്റി ഗോൾ, അതായത് നമ്മൾ കളി കണ്ടിരുന്ന സമയത്ത് ആ ആംഗിൾ ഒരു ഫ്രീ കിക്ക് വന്നപ്പോൾ നമ്മൾ പറയുന്നല്ലോ, മെസ്സി ആണെങ്കിൽ ഷുവർ ഗോളായിരുന്നു. മെസ്സി എങ്ങനെ അടിക്കുന്നോ അതേപോലൊരു ക്വാളിറ്റി ഫ്രീ കിക്കാണ് വന്നത്. അങ്ങനെ ഗോൾ വരുന്നു. ഒപ്പം തന്നെ ലൗതാരോ നന്നായിട്ട് അധ്വാനിച്ച് കളിച്ചു. അതിനുള്ള ഫലം അദ്ദേഹത്തിന് കിട്ടിയ പെനൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ലൗതാരോ ഗോളടിച്ചു. പിന്നെയാണ് നമ്മൾ ആടിൻ്റെ ആറാട്ട് കാണുന്നത്. 60 മിനിറ്റിലാണ് അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റേഡിയം മൊത്തം പൊട്ടിത്തെറിച്ച അവസ്ഥയിലായിരുന്നു. സ്വാഭാവികം. മെസ്സി വന്ന തുടക്കത്തിൽ തന്നെ അദ്ദേഹം വന്ന സമയങ്ങളിൽ തന്നെ ഒരു മനോഹരമായൊരു ഗോൾ അടിക്കുന്നു. അപ്പോൾ ഫ്രീ കിക്കിൽ ഗോളില്ലാന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതും അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായി ലോകകപ്പിൽ തുടർച്ചയായിട്ട് 7ാമത്തെ മത്സരത്തിൽ ഗോൾ അടിക്കുന്ന ആദ്യത്തെ താരമായി. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെ അടിച്ചുകൊണ്ട് തുടങ്ങിയാണ്. പിന്നെ നെതർലൻഡ്സിനെതിരെ വന്നു, ഫൈനലിൽ ഉൾപ്പെടെ വന്നു. ഈ വേൾഡ് കപ്പിൽ തുടർച്ചയായി 3ാമത്തെ മത്സരത്തിൽ ഗോൾ വന്നാണ്. 7 ലോകകപ്പിൽ തുടർച്ചയായിട്ട് ഗോൾ അടിക്കുന്ന താരം. ലോകകപ്പിലാകെ 19 ഗോളായി. ഈ ലോകകപ്പിൽ ഇത് 6ാം ഗോളായി. ആരുമില്ല പിടിച്ചു കേട്ടാൻ. പുള്ളി അങ്ങ് ലാസ്റ്റ് ഡാൻസ് അങ്ങനെ ആടി തിമിർക്കുക തന്നെയാണ്. അപ്പോൾ സ്കലോണിയും ഹാപ്പി ആയിരിക്കും. കാരണം അദ്ദേഹം തൻ്റെ ബെഞ്ചിലുള്ള മുഴുവൻ സ്ട്രെങ്ത് ആണ് ഈ മത്സരത്തിൽ നയിച്ചത്. അതിലൊരു 3-1 ഒരു നല്ല ജയം. ചെറിയൊരു ഡിഫൻസ് ഒന്നൊന്ന് പാളിപ്പോയ സമയത്തൊരു ഗോൾ വഴങ്ങിയെന്നുള്ളത് ഓക്കെ. പക്ഷേ അത് ഒരു അത്ര പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസിയാണ്. ഇനിയിപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് റൗണ്ട് ഓഫ് 32 വരുമ്പോൾ കേപ്പ് വെർഡെയാണ്. ഡിഫൻസീവ്ലി സ്ട്രോങ് ആയ ടീമാണ്. പക്ഷേ ഒരു അനായാസ വിജയം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത്, MSK ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ താരതമ്യം കംപ്ലീറ്റ് ആയിട്ട് ഈ 2 മാച്ചും ഒരേ ദിവസം വരുന്നു. ആ 2 മാച്ചിൻ്റെയും കാര്യം കൃത്യമായിട്ട് ഇപ്പം ജയേഷ് പറയുകയും ചെയ്തു. ഒരു ഭാഗത്ത് അനായാസം പോകുന്നു അർജന്റീന എന്നൊരു
ഒരു ആസൂത്രിതമായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് വരുന്നുണ്ട്. കാരണം ഫിഫ അവരെ കൈയഴിഞ്ഞ് സഹായിക്കുന്നു. അതായത് ഒരു ഭാഗത്ത് അനായാസമായിട്ട് ഇങ്ങനെ എതിരാളികളില്ലാതെ മുന്നോട്ട് പോകുന്നു. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കേസും പോർച്ചുഗലിൻ്റെ കേസും അതല്ലത്രേ. മറിച്ച് അദ്ദേഹത്തിന് അവർക്ക് അടുത്ത ഘട്ടങ്ങളിൽ മുതൽ അതിശക്തരായിട്ടുള്ള ടീമുകൾ അങ്ങനെ ഫിഫ ഒരു വേർതിരിവ് കാണിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ എയറിലുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ രസകരമായിട്ടൊരു കാഴ്ചയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പന്ത് കിട്ടാതെ അല്ലെങ്കിൽ ഗോൾ അടിക്കണം എന്നുള്ള വാശിയിൽ ഗോളിക്കും പിന്നിലായിട്ട് വലയ്ക്കുള്ളിൽ കയറി ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെയാണ് രണ്ട് മത്സരങ്ങൾ മുന്നോട്ട് പോയത്. ഇതിൽ പിന്നെ ഫിഫ അർജന്റീനക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളത് ആദ്യം മുതലേയുള്ള ആരോപണങ്ങളാണ്. കാരണം മറ്റേ മെസ്സിയുടെ ഫൗള്, അതിനൊരു കാർഡ് പോലും നൽകാതെ നിൽക്കുന്നു. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ അർജന്റീനക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എങ്കിൽ കൂടിയും പിന്നെ ഇപ്പം പോർച്ചുഗലിൻ്റെ രണ്ടാമത് പറഞ്ഞ പ്രസ്താവന ഞാൻ തീർത്തും തള്ളിക്കളയുന്നു. കാരണം റൊണാൾഡോ അങ്ങനെ, അതായത് ഒരു റൊണാൾഡോ എന്ന് പറയുമ്പോൾ ബോക്സിൽ അങ്ങനെ ഒരു കോർണർ കിക്കൊക്കെ വരുന്ന സമയത്ത് 2-3 പേരെങ്കിലും പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുള്ളി അതിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അത് തന്ത്രപരമായൊരു നീക്കമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ സമയത്തേക്ക് അദ്ദേഹം പൊസിഷൻ മാറുന്നുണ്ട്. പിന്നെ ഈ കോർണർ കിക്ക് കൃത്യമായും ഹെഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം നടത്തിയിട്ട് റൊണാൾഡോയെ താഴ്ത്തി കിട്ടുക എന്നുള്ളത് ഒട്ടും ശരിയല്ല. പിന്നെയുള്ളത് വലിയ ഫിഫ ഇപ്പം അർജന്റീനക്ക് ഏറെക്കുറെ ഈസിയാണ് അടുത്ത ഇതിൽ. പക്ഷേ ഈ ഒരു ലോകകപ്പ് ആകുമ്പോൾ വലിയ വലിയ ടീമുകളൊക്കെ തോൽപ്പിക്കണം. അപ്പോൾ പിന്നെ അടുത്ത പോർച്ചുഗൽ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് കളിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ചെറിയ ടീമുകളെ തോൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി വലിയ ടീമുകൾ, ക്രൊയേഷ്യ പോലുള്ള, സ്പെയിനിനെ പോലുള്ള, എന്തായാലും ഈ ലോകകപ്പിൽ അത്രയും ടീമുകൾ, ശക്തരായ ടീമുകളുണ്ട്. അപ്പം പോർച്ചുഗൽ ആരെയും ഭയപ്പെടുന്നില്ല, റൊണാൾഡോയും ആരെയും ഭയപ്പെടുന്നില്ല. ലോകകപ്പിന് മുമ്പ് റൊണാൾഡോ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ലോകകപ്പ് പോലെയുള്ള ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ 7 കളികൾ മാത്രമുള്ള ഒരു ടൂർണമെന്റാണ്. അത് ജയിച്ചാലും തോറ്റാലും വലിയ കാര്യമില്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ടെന്നുള്ള അത് ഇതിനോട് ഞാൻ ചേർത്ത് വെച്ചതേ ഉള്ളൂ. അതായത് അവിടെ വരുന്നവർ എത്ര വലിയവരായാലും അവരെ തോൽപ്പിക്കുക, ജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ. അത്രേ ഉള്ളൂ. അതിപ്പോൾ ചെറിയ ടീം വലിയ ടീമെന്നൊന്നും ഇല്ല. നമ്മളിപ്പോൾ കേപ്പ് വാർഡിയുടെ പിന്നെ പ്രകടനം കാണുന്നില്ലേ? അവർ ഇപ്പോൾ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ വരുന്ന ഒരു ടീം, അവരിപ്പം അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. പല ടീമുകളും അങ്ങനെ ഈ ഇക്വഡോറിൻ്റെ പ്രകടനം നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി കണ്ടിട്ടുണ്ട്. പല വമ്പന്മാരും, അതായത് ഇതിനേക്കാൾ പിന്നെ കടലാസിൽ ശക്തരായ ടീമുകളൊക്കെ പുറത്തായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മറ്റ് ക്രിക്കറ്റ് പോലെയല്ല. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു ഗോൾ ഏതെങ്കിലും ഒരു സമയത്ത് എത്ര ഇപ്പം 80 or 20 പൊസിഷൻ കുറഞ്ഞാലും 20 പൊസിഷൻ ആയി കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീം ജയിക്കുക എന്നുള്ളതാണ്. അപ്പം ഫുട്ബോളിൽ അങ്ങനെ ശക്തരായ എതിരാളികൾ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും കളി മാറാമെന്നുള്ളൊരു ഗെയിമാണ് ഫുട്ബോൾ. ഒരു 90 മിനിറ്റും പിന്നെ ഏത് ടീമാണോ പിന്നെ അവസരം മുതലാക്കുന്നത് അവർ അടുത്ത റൗണ്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശക്തർ പിന്നെ അർദ്ധശക്തർ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ജേഷ് പറഞ്ഞ പോലെ ജേസ് 2-3 ആൾക്കാരുടെ പ്രായമൊക്കെ പറഞ്ഞു. 34-കാരനായ ജെയിംസ് റോഡ്രിഗസ്, 40-കാരനായ ലൂക്ക മോഡ്രിച്ച്, 41-കാരനായ റൊണാൾഡോയെ കുറിച്ച് കൂടി പറയാമായിരുന്നു. കാരണം റൊണാൾഡോ ഇന്നലെ പിന്നെ ബോൾ കിട്ടിയില്ല എങ്കിൽ കൂടി റൊണാൾഡോ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. ഒരു ബൈസിക്കിൾ കിക്ക്, നമ്മളിപ്പോൾ ആദ്യ മത്സരത്തിൽ പിന്നെ ഈ ഒരു റൊണാൾഡോ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു ക്രോസ് വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് തൊട്ട് പുറകിലുണ്ട്, എങ്കിൽ കൂടി റൊണാൾഡോ വന്ന് പിന്നെ ആ ഗോള് പിന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഇതേപോലെ ബ്രൂണോ ആയിരുന്നു മുമ്പിലുണ്ടായിരുന്നത്, റൊണാൾഡോ തൊട്ട് പുറകിലായിരുന്നു. ബ്രൂണോക്ക് ആ പന്ത് വേണമെങ്കിൽ ലീവ് ചെയ്യാമായിരുന്നു, റൊണാൾഡോയ്ക്ക് കുറച്ചുകൂടി ഈസി പിന്നെ ഷോട്ട് അടിക്കാനുള്ളൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ബോളിൽ അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും അതിനുശേഷം അദ്ദേഹം ഈ 41-ാം വയസ്സിൽ ആ പന്ത് തന്നെ റിട്ടേൺ വന്നപ്പോൾ ഒരു ബൈസിക്കിൾ കിക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അസ്കിതകളോ അല്ലെങ്കിൽ സ്കില്ലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അലസ മനോഭാവമോ ഒന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹം ഏത് സമയം ഗോൾ അടിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രൈക്കറുടെ ദൗത്യം. അത് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ എന്ന് പറയുമ്പം ഒരിക്കലും പിന്നെ രണ്ടും നല്ല രീതിയിൽ കളിക്കുന്ന ടീമാണ്. നല്ല രീതിയിൽ കൊളംബിയക്കും ആ രീതിയിലുള്ള ഒരു ചരിത്രമുണ്ട്. വാൾഡറമയുടെ കാലം തൊട്ടേയുള്ള ചരിത്രമുണ്ട്. പിന്നെ ജെയിംസ് റോഡ്രിഗസ് നമുക്കറിയാം, മുമ്പ് റയലിൽ റൊണാൾഡോയും റോഡ്രിഗസും നന്നായിട്ട്, എനിക്കൊന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് ഈ റോഡ്രിഗസ് നേടിയ ഗോളാണ്. അപ്പം അതെ, അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള ടീമാണ്. രണ്ടും ഏതാണ്ട് തുല്യ ശക്തികളായ ടീമാണ്. ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യമുള്ള ഒരു ടീമാണ് കൊളംബിയ. അതിനൊപ്പം തന്നെ ഇപ്പുറം യൂറോപ്പിൻ്റെ പിന്നെ പ്രധാന ശക്തികളുടെ പോർച്ചുഗലാണ്. അപ്പോൾ ആ കളി തീർച്ചയായിട്ടും ഗോൾ രഹിത സമനില എന്ന് പറയുമ്പോൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നല്ല ഡിഫൻസും നല്ല പിന്നെ ഈ ഗോളിയുടെ പ്രകടനങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മത്സരം കൊണ്ട് റൊണാൾഡോ നിരാശപ്പെടുത്തി അല്ലെങ്കിൽ
41-കാരനായ റൊണാൾഡോയെ കുറിച്ച് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാതെ ജയേഷ് വിട്ടു എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ലുക്കാ മോഡ്രിച്ചിന്റെ വയസ്സൊക്കെ പുള്ളി പറഞ്ഞു 40-കാരൻ 34-കാരൻ 34-കാരൻ എന്ന് പറയുമ്പോൾ 44 പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത റൗണ്ടിൽ ഒരുപക്ഷെ പോർച്ചുഗലിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ഉള്ള എതിരാളികളായിരിക്കാം, കുറച്ചുകൂടി കടലാസിൽ ശക്തരായ എതിരാളികളായിരിക്കാം. എങ്കിൽ കൂടിയും പോർച്ചുഗൽ അതൊന്നും പിന്നെ മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നല്ല ഫുട്ബോൾ കാഴ്ചവെച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. റൊണാൾഡോ കഴിഞ്ഞ കളിയിൽ 2 ഗോൾ അടിച്ച് പിന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ അത് ഉസ്ബെക്കിസ്ഥാനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടീമിനെയാണ് നിങ്ങൾ ഇന്ത്യ പോലും വിറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല മിസ്റ്റർ ജയേഷ്. അപ്പോൾ ആ രീതിയിൽ അതിനെ അങ്ങ് താഴ്ത്തി ഇന്ന് ശരിക്കും 2 മൈക്ക് വേണമെന്ന് എനിക്കൊന്നും ഇടപെടാൻ പറ്റുന്നില്ല. പുള്ളിയൊന്ന് മൈക്ക് പിടിച്ചു വാങ്ങിക്കാനും പറ്റുന്നില്ലല്ലോ MSKയുടെ കയ്യിൽ നിന്ന്. ഒരിക്കലും റൊണാൾഡോ നമ്മൾ തരം താഴ്ത്തൂല. കാരണം അദ്ദേഹം ഒരു ലെജൻഡറി പ്ലെയർ. കഴിഞ്ഞ പ്രാവശ്യം ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യ പോലും വിറപ്പിച്ച അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി വൈസ് കുറഞ്ഞ ടീമുകളിലൊന്നും തന്നെയാണ്. നമ്മൾ യാഥാർത്ഥ്യം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ല, അവർക്കെതിരെ അദ്ദേഹം 2 ഗോൾ അടിച്ചു, സത്യസന്ധമായ കാര്യമാണ്. പിന്നെ ഞാൻ 40-കാരനായ മോഡ്രിച്ചിനെ എടുത്ത് പറയാൻ കാരണം അദ്ദേഹം അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. മത്സരത്തിൽ എവിടെ ഉണ്ടാക്കിയത്? ഉസ്ബെക്കിസ്ഥാനെതിരെ ബാക്കി 2 കാര്യത്തിലോ അല്ല ജയേഷ്, 2 പേരുടെ റോൾ വ്യത്യാസമാണ്. ഒന്ന് ഇമ്പാക്ട് കളി മെനയുക എന്നുള്ളതാണല്ലോ മോഡ്രിച്ചിന്റെ ഒരു രീതി, അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്. മറ്റേ അദ്ദേഹം ഫിനിഷ് ചെയ്യാണ്. പക്ഷേ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹം കളി മെനയുകയും ചെയ്യുന്നുണ്ട്, മറ്റൊരു ഫിനിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കമ്പാരിസൺ ഞാൻ പറയുന്നത്. ഇപ്പൊ റോള് നോക്കണ്ട. അപ്പോ മാനുവൽ ന്യൂയർ അവിടെ അത്രയും സീനിയർ ആയ അവിടെ ജർമ്മൻ ഗോൾ പോസ്റ്റ്. സൗദി ലീഗിൽ ഒരുമിച്ച് കളിക്കുന്ന 2 താരങ്ങളാണ് മുന്നേറ്റ നിരയിൽ പോർച്ചുഗൽ. ജോ ഫെലിക്സ് കൊടുക്കുന്ന ഒരു കൃത്യം പാസ് പോലും അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ ടച്ചിൽ അത് വലയിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇന്നലെ വിമർശന വിധേയമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ പ്രായം ഒരു പ്രധാന പ്രശ്നമാകുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. ആ ചോദ്യം ആ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു അക്രോബാറ്റിക് സാധനങ്ങൾ ഈ ഏജിൽ അദ്ദേഹം കാണിക്കുന്ന ഫിറ്റ്നസ് ഒക്കെ ഗംഭീരമാണ്. വേറൊരു പ്ലെയർക്കും ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ റൊണാൾഡോയെ ഏൽപ്പിച്ച ജോലി ഗോൾ അടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വിങ്ങിലൂടെ പഴയ പോലെ വിങ്ങിലൂടെ ഓടാനോ കയറാനോ ഒന്നും നിൽക്കണ്ട. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ MSKയോട് യോജിക്കുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം ക്രിസ്ത്യാനോയുടെ ഒരു എന്താ പറയുക ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിഷമത്തിന് നമുക്കുണ്ട്. കാരണം അദ്ദേഹത്തിലേക്ക് കൃത്യമായിട്ട് പന്തെത്തിക്കുന്നുള്ള സത്യം. അതിനാണ് ഞാൻ കുറ്റം പറയുന്നത് ബ്രൂണോയെ മാത്രമാണ്. ബ്രൂണോയും വിറ്റീനിയുമാണ് ഞാൻ കുറ്റം പറഞ്ഞത്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് പന്തെത്തിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എത്തിക്കുന്നപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രം വേറൊരു കാര്യം കൂടെ, അദ്ദേഹത്തിന്റെ പൊസിഷനിങ്, റൊണാൾഡോയുടെ പൊസിഷനിങ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ തന്നെ നമ്മൾ അർഹരല്ല എന്നുള്ള കാര്യം 100% അറിയാം. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പൊസിഷനിങ് പ്രശ്നമാണ്. പലപ്പോഴും ഓഫ് സൈഡ് പൊസിഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇവർ ത്രൂ ബോൾ കൊടുക്കാൻ സമയത്ത് ഇപ്പോൾ ബ്രൂണോയുടെ നമുക്കറിയാം, അദ്ദേഹം ത്രൂ ബോളിന്റെ ആശാനാണ്. ത്രൂ ബോൾ കൊടുക്കാൻ നേരത്ത് അദ്ദേഹം ഓഫ് സൈഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇന്നത്തെ മത്സരത്തിലെ ഓഫ് സൈഡോടുകൂടി അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ 21 തവണ ഓഫ് സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓഫ് സൈഡ് ആടിയ പ്ലേയേഴ്സിൽ 2ാം സ്ഥാനത്തുണ്ട്. 25 വട്ടായ വാൻ പേഴ്സിയാണ്, റോബിൻ വാൻ പേഴ്സിയാണ് 1ാമതുള്ളത്. 2 ക്രിസ്ത്യാനോയാണ്. അപ്പോൾ കുറെ കൂടിയൊക്കെ നേരത്തെ തമാശക്ക് പറഞ്ഞാണെങ്കിൽ പോലും ഗോളിയുടെ പിറകിൽ ഗോൾ പോസ്റ്റിനുള്ളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു കോർണർ എടുക്കാൻ നേരത്ത്, ബ്രൂണോ കോർണർ എടുക്കാൻ നേരത്ത്. അപ്പോൾ അത് ഇപ്പോൾ വലിയ രീതിയിൽ അതൊക്കെ ട്രോളുകളായിട്ട് വരുന്നുണ്ട്. പക്ഷേ ജോക്സ് അപ്പാർട്ട് അദ്ദേഹം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കളിക്കണമെന്നുള്ളത്. ഒപ്പം തന്നെ ഈ രീതിയിൽ കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറി നിന്ന് മറ്റു പ്ലേയേഴ്സിനെ കൂടി കളിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നടക്കണം. ഒപ്പം തന്നെ പോർച്ചുഗലിന്റെ വലിയ പ്രതി ഇതൊന്നുമല്ല, അവരുടെ കോച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് മാർട്ടിനസിന്, അതായത് ഗോൾഡൻ ജനറേഷൻ എങ്ങനെ നശിപ്പിച്ച് കൈ കൊടുക്കുക എന്നുള്ളതിൽ PhD എടുത്ത ആളാണ് ഈ മാർട്ടിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബെൽജിയം, അതായത് അന്ന് ആ സമയത്ത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡാണ് ബെൽജിയം. അപ്പോൾ ഗോൾ കീപ്പർ മുതലെടുത്ത് തിബോ കുർട്ടോ മുതൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ പുറത്ത് ലുക്കാക്കു ഉണ്ട്, അവിടെ ഇഡൻ ഹസാർഡ് ഉണ്ട്. ഹസാർഡ് പ്രൈം ഹസാർഡാണ്. കെവിൻ ഡുബ്രൈൻ അടക്കം ഗംഭീരമായ പ്ലേയേഴ്സാണ്. വിൻസെന്റ് കോമ്പനി ഡിഫൻസിൽ എല്ലാ പൊസിഷനിലും എല്ലാം ക്വാളിറ്റി പ്ലേയേഴ്സ്. സബ്ബായിട്ട് വരാനുള്ളത് കിടിലം പ്ലേയേഴ്സ്. ആ ടീമിനെ വരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. ഇപ്പോൾ പോർച്ചുഗലിലേക്ക് നോക്കുമ്പോൾ പോർച്ചുഗൽ ഇടക്കാലത്ത് എല്ലാ പൊസിഷനിലും അവർക്ക് അത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടാവണമെന്നില്ല പോർച്ചുഗലിന്. പക്ഷേ ഈ സ്ക്വാഡിൽ എല്ലാം ക്വാളിറ്റി പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. ഇപ്പോൾ പകരക്കാരനായി വരാൻ പോലും നല്ല പ്ലേയേഴ്സാണുള്ളത്. പക്ഷേ ഈ ടീമിനെ വെച്ചും അദ്ദേഹത്തിനൊന്നും ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഉത്തരം കാണിക്കുക. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീനയെക്കാളും ഇൻഡിവിജ്വൽ പൊസിഷനും ക്ലബ് സ്റ്റാൻഡേർഡും വെച്ച് നോക്കുകയാണെങ്കിൽ അർജന്റീനയെക്കാളും നല്ല സ്ക്വാഡ് പോർച്ചുഗലിൻ്റെയാണ്. പക്ഷേ ഇത് ടീമായിട്ട് കളിക്കുന്നു, അവിടെ ടീമായിട്ട് കളിക്കുന്നില്ല. ആ വ്യത്യാസമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അർജന്റീന കാര്യം പറയുമ്പോഴേ ഇന്നത്തെ കളി അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഏതാണ്ട് ഒരു
ഒരു 2 ടീമിനെ അർജന്റീനയ്ക്ക് ഈ ലോകകപ്പിൽ കളിപ്പിക്കാം എന്നുള്ളതാണ്. ഇന്നിറങ്ങിയ ആ ടീമിനെ തന്നെ നോക്കൂ. പ്രൈം ടീമിൻ്റെ അതേ ഡിറ്റോ കോപ്പി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് ഇന്ന് അദ്ദേഹം പരീക്ഷിച്ച ടീം എന്നുള്ളത്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. നമ്മൾ ഈ ഗോൾ അടിക്കുന്നതും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും മെസ്സിയുടെയും കാര്യം മാത്രം പറയപ്പെടുക. 2 ഗോളിമാരെ മറന്നു പോകരുത്, വർഗാസിനെയും കോസ്റ്റയെയും. കോസ്റ്റ 6 സേവുകൾ നടത്തുന്നു. മറുഭാഗത്ത് 2 ഉറപ്പിച്ച 2 ഷോട്ടുകൾ വർഗാസ് രക്ഷപ്പെടുത്തുന്നു. തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ആ ഷോട്ട് തടഞ്ഞിട്ടതാണ് ഒരുപക്ഷേ ഈ മത്സരത്തിലെ നിർണ്ണയിച്ചിട്ടുണ്ടാവുക. 0-0 നമ്മൾ അതാണ് ആദ്യം പറയുന്നത്. ഒരു സ്കോർ കാർഡ് നോക്കി പിന്നീട് ഒരു മത്സരത്തെ വിലയിരുത്തുന്ന ഒരു താരത്തെ സംബന്ധിച്ച് ഈ മത്സരം നഷ്ടപ്പെട്ടത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ 2 ഗോളിമാരുടെ പ്രകടനം, ഒപ്പം മറ്റൊന്ന് ക്ലീൻ ഷീറ്റായിട്ട് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എമിലിയാനോ മാർട്ടിനസ് ഇന്ന് ഗോൾ വഴങ്ങി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് പോകുന്നു എന്നുള്ളതാണ്. അപ്പം 3 ഗോളിമാരെ കൂടി നമ്മൾ ഒന്ന് പരാമർശിച്ച് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇനി അടുത്ത റൗണ്ടിൽ അർജന്റീനയ്ക്ക് കടന്നു പോകേണ്ടത് ഒസീഞ്ഞി എന്ന ഏറ്റവും മികച്ചൊരു ഗോളിയുടെ മുന്നിലൂടെയാണ്. അപ്പോൾ അവിടെയും എമിലിയാനോ മാർട്ടിനസും പരീക്ഷിക്കപ്പെടും, ഒസീഞ്ഞയും അവിടെയുണ്ട്. അവിടെ ഒരു താരതമ്യത്തിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഈ 2 ഗോളിമാരുടെ പ്രകടനം ഇന്നത്തെ ആദ്യത്തെ മത്സരത്തിൽ എങ്ങനെ നിർണായകമായി, രണ്ടാമത്തെ മത്സരത്തിൽ എമിലിയാനോയുടെ ആ ഒരു മിസ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും മുന്നോട്ടുള്ള കഴിയും. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ റോയ് കോസ്റ്റയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹം 6 സേവുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരന്തരം ത്രെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഹാമസ് റോഡ്രിഗസ്. പക്ക ഈ കീബോളെല്ലാം വരുമ്പോഴാണല്ലോ ഡിഫൻസും ഗോളിയും കൂടി ഒലയുന്നൊരു സാഹചര്യം വരുന്നത്. ഒപ്പം തന്നെ ഡിഫ്ലക്റ്റഡ് ബോളുകൾ വരുമ്പോഴും അത് കൃത്യമായിട്ട് ഇന്ന് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം റോയ് കോസ്റ്റ സേവ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് പോർച്ചുഗൽ ഇന്ന് പിടിച്ചു നിന്നതും. പോർച്ചുഗലിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറുവശത്ത് കിട്ടിയ അവസരങ്ങൾ ഇപ്പോൾ ബ്രൂണോ ഉൾപ്പെടെയുള്ള ഷോട്ടുകൾ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നീട് റാഫേലിയാവ് ഇറങ്ങിയ ശേഷം ആവിങ്ങിൽ അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തി. പക്ഷെ അതെല്ലാം അപ്പുറത്തും കൊളംബിയൻ കീപ്പറും നന്നായിട്ട് ചെയ്തു. പിന്നെ അർജന്റീനയുടെ ഇതിലേക്ക് വരുമ്പോൾ അവരൊരു 2 ഗോൾ ലീഡ് വന്നപ്പോൾ ഒരു ചെറിയ ആലസ്യം കാണിച്ചു. മാത്രമല്ല അതുവരെ ഡിഫൻസീവ് കളിച്ചിരുന്ന ജോർദാൻ പെട്ടെന്ന് ഒരു എനർജിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ. ആ ഒരു അർജന്റീന അത് കളിഞ്ഞത് ആലസ്യത്തിലാണ്. അത് സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു കാര്യം, അതായത് 2 ഗോൾ വഴി വിജയം ഏകദേശം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അർജന്റീന ആലസ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഫൈനലിലടക്കം നമ്മൾ കണ്ടതാണ്. ആലസ്യം എന്ന് പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു മെന്റാലിറ്റി അവർ ഭരിക്കുന്നുണ്ടോ? അതെ, ശരി, ആലസ്യമെങ്കിൽ ആലസ്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർക്ക് മാറ്റാൻ കഴിയാത്തത്? ഈ കഴിഞ്ഞ ഫൈനലിലേക്ക് പോകുമ്പോൾ അത് ഏറെക്കുറെ ഒരു വിജയിച്ചു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു. പിന്നെ അവിടെ വരുന്നത് ശരിക്കും നമ്മൾ ഈ ഒരാൾ വന്ന് ബോംബിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എംബാപ്പെ വന്ന് ബോംബിട്ട് പോകുന്ന അവസ്ഥയിലുള്ള സാധനമാണ്. ആകെ ഷാറ്റേഡായി പോയി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായി പോയി. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എല്ലാ പ്ലേയേഴ്സും മാറിയതാണ്. പ്രത്യേകിച്ച് ഡിഫൻസ് കംപ്ലീറ്റ്ലി മാറിയാണ് നിൽക്കുന്നത്. എമിലിയയുടെ പൊസിഷനിങ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലൊരു ക്രോസും ആ രീതിയിലൊരു ഫിനിഷിങ്ങും അദ്ദേഹം ഡൈവ് ചെയ്തിട്ടാണ് ഗോളിലേക്ക് തട്ടിയിടുന്നത്. ആ തരത്തിലൊരു ഫിനിഷിങ് പ്രതീക്ഷിച്ചില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ റൗണ്ട് ഓഫ് 32 വരുമ്പോൾ മാറുമായിരിക്കും. പിന്നെ റൗണ്ട് ഓഫ് 32 എമിലിയാനോയ്ക്ക് വലിയ രീതിയിൽ പണിയെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കെബ് കളിക്കാൻ പോകുന്നത് സമനില, നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും ഒരു സമനില പിടിച്ച് എങ്ങനെയെങ്കിലും ഷൂട്ടൗട്ടിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അതുവരെ ഒന്നും പോവില്ല. അതിനു മുമ്പ് തന്നെ അർജന്റീന അനായാസ ജയം ജയിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇതുവരെ കളിച്ച രീതിയിലല്ല, ഒരു നോക്കൗട്ടിലേക്ക് വരുമ്പോൾ ഈ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഓരോ ടീമിനെയും ബാധിക്കും, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് പോക്കിനെ കാര്യമായിട്ട് സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ റൗണ്ട് ഓഫ് 32 അർജന്റീന ഒരു അനായാസ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എമിലിയാനോ അത്ര കണ്ട് പരീക്ഷിക്കാൻ സാധ്യതയില്ല. മറുവശത്ത് ഓസ്റ്റിനിയുടെ പ്രകടനം നിർണായകം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലായിരിക്കും അർജന്റീന ഇറങ്ങാൻ പോകുന്നത്. മെസ്സി തൻ്റെ ആ പീക്ക് അതുപോലെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മെസ്സിയാണ് ഏത് തരത്തിൽ പോലും അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ പ്രവഹിക്കും. അതെല്ലാം തടഞ്ഞു നിർത്താൻ പ്രാപ്തനായിട്ട് തന്നെയായിരിക്കും ഒസീഞ്ഞി ഉണ്ടാവുക. കുറേ കൂടി ഡിഫൻസീവ് സ്റ്റൈലിൽ തന്നെയായിരിക്കും അവർ കളിക്കുക. കിട്ടുന്ന അവസരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുക എന്നല്ലാണ്ട് കംപ്ലീറ്റ്ലി ഒരു ഡിഫൻസീവ് മൂഡിലായിരിക്കും. പരമാവധി അർജന്റീനയെ 90 മിനിറ്റെങ്കിൽ പിടിച്ചിർത്താൻ കഴിഞ്ഞാൽ അവർക്കത് വലിയ ചരിത്ര നേട്ടമായിരിക്കും. ആ രീതിയിൽ തന്നെയായിരിക്കും കെവിടെ കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എമിലിയാനോയ്ക്ക് അടുത്ത മത്സരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ത്രെട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ 3 ഗോളിമാരെ പറ്റി 2 മത്സരത്തിൽ നമ്മൾ പരാമർശിച്ചു. ജോർദാൻ്റെ ഗോളിയെ പറ്റി പരാമർശിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 ഗോൾ വഴങ്ങി എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ 2 ഫ്രീ കിക്ക് ഗോളുകളിലും അദ്ദേഹം സ്ഥാനം തെറ്റിയാണ്. അദ്ദേഹത്തിന് കാൽക്കുലേഷനേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ പിഴവ്, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഗോളുകൾ വീണത്. കുറച്ചുകൂടി സൈഡിലേക്ക് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് തോന്നുമായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ ഒരു സേവെങ്കിലും നടത്തിയെന്ന്. MSKയോട് അവസാനം ചോദിക്കുക, ലൈനപ്പ് വന്നിട്ടുണ്ട് റൗണ്ട് ഓഫ് 32-ൻ്റെ. ജർമ്മനി, പരാഗ്വേ, ഫ്രാൻസ്, സ്വീഡൻ, സൗത്ത് ആഫ്രിക്ക, കാനഡ, നെതർലൻഡ്സ്, മൊറോക്കോ, പോർച്ചുഗൽ, ക്രൊയേഷ്യ, സ്പെയിൻ, ഓസ്ട്രിയ, USA, ബോസ്നിയ, ബെൽജിയം, സെനഗൽ, ബ്രസീൽ, ജപ്പാൻ, ഐവറി കോസ്റ്റ്, നോർവേ, മെക്സിക്കോ, ഇക്വഡോർ, ഇംഗ്ലണ്ട്, കോങ്കോ, അർജന്റീന, കേപ്പ് വെർദെ, ഓസ്ട്രിയ, ഈജിപ്റ്റ്, സ്വിറ്റ്സർലൻഡ്, അൾജീരിയ, കൊളംബിയ, ഘാന. ഇതാണ് റൗണ്ട് ഓഫ് 32-ൻ്റെ
നോക്കൗട്ട് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിക്സ്ചർ എന്ന് പറയുന്നത്. ഇതിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരം ഏതായിരിക്കും ഒരുപക്ഷെ? ക്രൊയേഷ്യ പോർച്ചുഗൽ മാച്ച് എന്താവും? ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങളിലൊന്ന് ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരമാണ്. പക്ഷേ പിന്നെ രണ്ടും തുല്യ ശക്തികളാണ്. ഒന്ന് പിന്നെ ലൂക്ക മോഡ്രിച്ച് എന്നുള്ള ഒരു മജീഷ്യൻ അവിടെ ഉണ്ട്. 40 കളിയായിരിക്കും ഒരുപക്ഷെ. 40 വേഴ്സസ് 41 ആയിരിക്കും. മാത്രമല്ല പക്ഷേ അവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. റയലിന് വേണ്ടി കളിച്ചിരുന്ന സമയത്തുള്ള ആ ഒരു പരിചയവും ആ ഒരു ഇതുമുണ്ട്. പിന്നെ ഞാൻ കണ്ടെടുത്തോളം കളിക്കളത്തിൽ ഏറ്റവും മാന്യനായ കളിക്കാറുള്ള ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. അദ്ദേഹത്തിൻ്റെ പിന്നെ മാത്രമല്ല ആ രാജ്യം പോലും, ക്രൊയേഷ്യ എന്നുള്ള രാജ്യം പോലും 93-ലാണ് അവർക്ക് പിന്നെ ആദ്യമായിട്ട് ഫിഫയിൽ ഒരു അംഗത്വം കിട്ടുന്നത്. പിന്നെ തൊട്ടടുത്ത അതിൽ അവർ പിന്നെ അവരുടെ റാങ്കിങ് ഒരുപാട് പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു ലോകകപ്പിൽ അവർ 3-ാം സ്ഥാനത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് വളരെ പെട്ടെന്ന് തന്നെ ലോക ഫുട്ബോളിൽ ഒരു വലിയ ശക്തിയായി മാറിയ ഒരു ടീമാണ്. റീസെന്റ് വേൾഡ് കപ്പിലെ പ്രകടനം നോക്കുമ്പോൾ ഫ്രാൻസിനും അർജന്റീനയ്ക്കും ഒപ്പം എത്തുന്ന പ്രകടനമാണ്. കാരണം 2018 അവർ ഫൈനലിലെത്തി, ഫ്രാൻസിനോട് പരാജയപ്പെടുന്നു. 2022 അവർക്ക് 3-ാം സ്ഥാനമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആ 3-ാം സ്ഥാനം നോക്കുമ്പോൾ ആ 3-ാം സ്ഥാനം ഉള്ള സമയത്ത് നമ്മളിപ്പോഴും ആ ഫുട്ബോൾ കണ്ട ഒരു ഓർമ്മയിൽ അവരുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഒരു ലേഡി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ക്രൊയേഷ്യയുടെ ജേഴ്സിയൊക്കെ അണിഞ്ഞുകൊണ്ട് കാണികളുടെ ഇടക്കുന്ന അത്രയും ആവേശത്തോടു കൂടിയിട്ട് കളിയെ വീക്ഷിക്കുന്നു. അവർ ഒരു പ്രസിഡന്റ് തന്നെ എല്ലാ മത്സരങ്ങളും കാണാൻ വേണ്ടിയിട്ട് വരുന്നു, ജേഴ്സി ഇട്ടുകൊണ്ട് ഗാലറിയിൽ നിൽക്കുന്നു. ആ രീതിയിലുള്ള ഒരു ഫുട്ബോൾ കൾച്ചർ അവർക്കുണ്ട്. അവർ ആ ഫുട്ബോളിന് അത്രയും പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ക്രൊയേഷ്യ നല്ലൊരു ടീമാണ്. ക്രൊയേഷ്യക്ക് എല്ലാവിധ സാധ്യതകളും ഉണ്ട്. എങ്കിൽ കൂടിയും പോർച്ചുഗൽ നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ വലിയ നെക്സ്റ്റ് റൗണ്ടുകളിൽ, വലിയ റൗണ്ടുകളിൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് വലിയ ഘടകമാണ്. എക്സ്പീരിയൻസും പിന്നെ ഫുൾ സ്ട്രെങ്ത് തന്നെ മറ്റ് പോർച്ചുഗലിനെ പോലുള്ള ടീമുകൾ കളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പോർച്ചുഗൽ ജയിക്കും തന്നെയാണ് കരുതുന്നത്. പിന്നെ കാത്തിരിക്കുന്ന മത്സരങ്ങളിലൊന്ന് ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരമാണ്. അതും ഒരു പിന്നെ ഏഷ്യയിലെ വലിയ ശക്തി. നെതർലാൻഡ്സ് മൊറോക്കോ മത്സരമാണ് ഞാൻ കാത്തിരിക്കുന്നത്. നെതർലാൻഡ്സ് മൊറോക്കോ മത്സരം, അതുപോലെ ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ ആണല്ലേ? അതെ, ഇംഗ്ലണ്ട് കോങ്കോ മത്സരമുണ്ട്. അപ്പം പിന്നെ അങ്ങനെയുള്ള കുറച്ച് നമ്മളെന്തായാലും വലിയ ടീമുകളുടെ മത്സരങ്ങളാണ് പിന്നെ വീക്ഷിക്കും. ഇപ്പോൾ അർജന്റീന, കേപ്പ് വാർഡി, അർജന്റീന കുറച്ചുകൂടി സിമ്പിളാണ് കാര്യങ്ങൾ. അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും വലിയ ടീമുകളെ കാത്തിരിക്കുമ്പോഴേ ഈ ലോകകപ്പ് മറ്റൊരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. 10 ടീമുകൾ വന്ന ആഫ്രിക്കയിൽ നിന്ന് 9 ടീമുകൾ അല്ലേ അടുത്ത നോക്കൌട്ട് റൗണ്ടിലേക്ക് കയറി എന്നുള്ളതാണ്. കോങ്കോ വന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ ഫുട്ബോളോ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളോ എന്നുള്ളതല്ല, മറിച്ച് ഈ ലോകകപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പക്ഷേ ആഫ്രിക്കൻ ഫുട്ബോൾ ആയിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആഫ്രിക്കൻ ടീമിൽ നിന്ന് ഒരുപാട് ടീമുകൾ വന്നു. അപ്പോൾ ആഫ്രിക്കൻ ടീമുകളുടെ കരുത്ത് നമ്മൾ പല കാലങ്ങളിലായിരുന്നു, റോജർ മില്ലയുടെ കാലത്തും മറ്റൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പല ടീമുകളും അത്ഭുതങ്ങൾ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സെനഗൽ 2002 ലോകകപ്പിൽ സെനഗൽ എൽഹാജി ദിയൂഫും ബൂപ്പ ദിയൂഫ് ഒക്കെ കൂടി 4-ാം സ്ഥാനം പിന്നെ ലോകകപ്പിൽ ഒരുപാട് മുന്നേറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രാൻസിനെ അട്ടിമറിച്ച് അടുത്ത റൗണ്ടിൽ എത്തുന്നു. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ കൺട്രികളുടെ വളർച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് കഴിഞ്ഞ മത്സരം നമ്മൾ ഒരു മത്സരം കൂടി ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ മത്സരം ഉണ്ടായിരുന്നു. ഞാൻ ഈ മത്സരം ശ്രദ്ധിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ദുർമന്ത്രവാദി ഹാരി കെയ്ന് ഗോളടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പുള്ളി പിന്നെ ഞാൻ അതിൻ്റെ പ്രതിക്രിയകളും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കളിയിൽ ഗോളടിക്കാൻ പറ്റും, ഞാനത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്, ആ വിലക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഗോൾ അടിച്ചു. അപ്പോൾ ഇയാൾ ഗോളടിക്കോ ഇല്ലേ, ദുർമന്ത്രവാദം ഫലിക്കോ ഇല്ലേ എന്നുള്ളത് കൺഫേമായി. ദുർമന്ത്രവാദം നടന്നു എന്നുള്ള കൺഫേമായി. അപ്പോൾ ആ ഒരു അവിടെ പ്രതിക്രിയയും ഇയാൾ തന്നെ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ ചില സിനിമകൾ തിലകനൊക്കെ വരാറുണ്ടല്ലോ, ഇപ്പൊ വലിയൊരു എന്താ പറയാ 10 തലയാന്നൊക്കെ പറഞ്ഞ അതായത് പിന്നെ ഏതെങ്കിലും ഇല്ലങ്ങളിൽ നിന്നും മറ്റേ ഇങ്ങനെ ഒരു മന്ത്രവാദമൊക്കെയുള്ള സമയത്ത് തിലകൻ ഒരു ബസ് മേക്ക് ചൂടിട്ട് വന്നിട്ട് ശരി ഇതാണ് ഇതിന്റെ പ്രതിക്രിയ എന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയാണ്. ഹാരി കെയ്ൻ ഗോൾ അടിച്ചു, ആ സംഭവം മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പം റൊണാൾഡോ പിന്നെ കുറച്ച് നിറമങ്ങി എന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും പിന്നെ പരാമർശങ്ങൾ ശരിയായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും റൊണാൾഡോ ആണ്. റൊണാൾഡോ പിന്നെ നമുക്ക് അയാളെ എതിർക്കാം, വെറുക്കാം, പക്ഷേ അയാൾ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾ അത്രയും ആദ്യ മത്സരം കഴിഞ്ഞതിന് ശേഷം അത്രയും വിമർശനങ്ങൾ നേരിട്ട സമയത്താണ് 2-ാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 2 ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഫോണിലൊന്ന് ചെക്ക് ചെയ്തു, ജോർദാൻ ഏതാ റാങ്കിങ്, കുഴപ്പമില്ല, ഉസ്ബെക്കിസ്ഥാനേക്കാളും മുകളിൽ ഇടയിൽ നോക്കുകയാണ്. അല്ല, അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ ട്രോള് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും റൊണാൾഡോ ഗോൾ അടിക്കണം. അദ്ദേഹവും ആ ഒരു നമ്മുടെ സ്റ്റാറുകൾ, നമ്മളെ എന്താ പറയാ കുട്ടിക്കാലം അല്ലെങ്കിൽ ഇതൊക്കെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെല്ലാം നല്ല രീതിയിൽ കളി അവസാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമീപകാലത്ത് നമ്മൾ കേട്ട ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെ ട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് തുടർ ഭരണം ആ സംഭവത്തെ ഇല്ലാതാക്കുന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ തുടർ ഭരണം വേണ്ട എന്നുള്ളത് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തവണ
CR7 കപ്പ് ഉയർത്തിക്കോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടി ഫുട്ബോൾ ആരാധകർക്കിടയിലുണ്ട്. മെസ്സി എന്തായാലും നേടിയല്ലോ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സുന്ദരമായ ഫുട്ബോളാണോ നല്ലത് അതോ പ്രായോഗിക ഫുട്ബോളാണോ? ഇന്നലത്തെ ലാറ്റിൻ അമേരിക്കയുടെ 2 ടീമുകൾ അണിനിരുന്ന ദിവസത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൊളംബിയയുടെ സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ, അറ്റാക്കിംഗ് ഫുട്ബോൾ, ഒരേപോലെ മിഡും മുന്നേറ്റം നിരയും കളിക്കുന്ന കാഴ്ച, മറുഭാഗത്ത് കുറച്ചുകൂടി പ്രസിംഗ് ഗെയിം കളിക്കുന്ന അർജന്റീനയെ പോലുള്ള രാജ്യങ്ങളും ബ്രസീലും. അപ്പോൾ സുന്ദരമായ ഫുട്ബോളാണോ നമുക്ക് ആവശ്യം അതോ പ്രായോഗിക ഫുട്ബോളാണോ? ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് സുന്ദരമായ ഫുട്ബോളാണ് വേണ്ടത്. ഒരു ടാക്ടീഷ്യൻ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ, മീൻസ് ടാക്ടീഷ്യൻ ആവുന്ന ആൾക്ക് ഉറപ്പായിട്ടും പ്രായോഗിക ഫുട്ബോളെ ചിന്തിക്കുള്ളൂ. അത് ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജോഗോ ബോണിറ്റിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത്, റിസൾട്ട് മാറ്റേഴ്സ്, റിസൾട്ട് ഉണ്ടാക്കി തരും എന്നുള്ളത്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. എന്തായാലും MSKയും ജയേഷിനും അറിയാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വാർത്തകൾ സ്ഥിരമായി കാണുക, റിപ്പോർട്ടർ ചാനൽ കാണിക്കുക, പ്രവചന മത്സരമുണ്ട്, കാത്തിരിക്കുന്നത് എന്താ അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഇടയ്ക്ക് ഒരു QR കോഡ് നമ്മുടെ സ്ക്രീനിൽ തെളിയും. അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിക്കുക. ഒപ്പം തന്നെ ചോദ്യങ്ങളുണ്ടാവും, അത് പൂരിപ്പിക്കുക. വിജയികൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് മൈജി നൽകുന്ന ടൊയോട്ട ഗ്ലാൻസ കാറാണ്. അത് ഉറപ്പായിട്ടും ആ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിന്റെ നമ്മുടെ പേജുകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെയും അവർക്ക് വിജയികളാകാനുള്ള അവസരമുണ്ട്. അപ്പം ഇന്നത്തെ മത്സരം അവസാനിക്കുന്നത് സുന്ദരമായിട്ടുള്ള മത്സര കാഴ്ചകൾ കാണുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന റൗണ്ട് ഓഫ് 32 തീപാർന്ന പോരാട്ടങ്ങളാണ്. അതായത് തോറ്റാൽ പുറത്ത് എന്നുള്ള ഘട്ടത്തിൽ അത് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട ആവേശകരമായ മത്സരങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും കാണാം ടാക്ടിക്സിൻ്റെ മറ്റൊരു പതിപ്പിൽ. നമസ്കാരം.